നമസ്കാരം. ഇന്ന് നമ്മൾ വൈകിട്ട് വേണ്ട പൊറോട്ട. ഇത് നമ്മളെ ഒരു പാക്കറ്റിനകത്ത് 5 ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ പച്ചയായിട്ടാണ് വരുന്നത്. അത് നമ്മൾ 2 വശവും നമ്മൾ ഈ ചപ്പാത്തിനകത്ത് മേടിക്കത്തില്ലേ, അതുപോലെ ഇത് പൊറോട്ട. അപ്പം നമ്മളൊരു ശകല എണ്ണ ഇങ്ങനെ പുറത്തോട്ട് ഒഴിച്ചിട്ട് അത് തൂത്ത് 2 വശവും ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പം നമ്മുടെ പൊറോട്ട നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ ഇത് റൊട്ടിയുടെ നമ്മൾ നാട്ടിൽ ചപ്പാത്തി മേടിക്കത്തില്ലേ, അതുപോലെ തന്നെയുള്ള പൊറോട്ട. ഇത് 105 രൂപയാണ് 5 എണ്ണത്തിന്. വലുതാണ്. പക്ഷേ അതിൻ്റെ പാക്കറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എൻ്റെ ഇതാ പാക്കറ്റ് എന്താ പൊറോട്ട. ബാംഗ്ലൂരിലുണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ മേടിച്ച് ഇന്ന് രാത്രി നമുക്കതുകൊണ്ട് നമ്മൾ ഇതാ കഴിക്കുന്നത്. അപ്പം ഒരെണ്ണമെന്ന് പറഞ്ഞൊന്നുമല്ല, മുട്ടൻ പൊറോട്ടയോ അത് കണ്ടു. ഒരു ദോശക്കല്ല് നിറയെ ഉണ്ട്. പിന്നെ നമ്മൾ അതിന് മുട്ടയില്ല, ചുമ്മാ ഉള്ളി തക്കാളിക്കായും ഒക്കെ കൂടെ വഴറ്റി വെച്ചത്. അതായിരുന്നു ഇവിടുത്തെ വൈകിട്ടത്തെ അത്താഴത്തിനുള്ള കൂട്ടം. അപ്പം നമ്മളെ അങ്ങനെ പൊറോട്ട ഇല്ല, ഇതാണ് മുട്ടൻ പൊറോട്ടയ. ഇതൊക്കെ എളുപ്പം ഇവിടെ ഡൽഹിയിലെ മലയാളിക്കടയിൽ നിന്നാണ് ഇത് നമ്മൾ മേടിച്ചത്. അപ്പം നമ്മൾ രാത്രി കുഞ്ഞിന് കൊടുക്കാൻ പോവുക ഒരു ശകലം കൂട്ടാനും. ഇത് നല്ല മുട്ടൻ പൊറോട്ടയാണ് കണ്ടോ. നമ്മൾ ഇച്ചിരി കൊടുക്കത്തുള്ളൂ, ശകലം അവൾക്ക് കൊടുക്കാൻ. അപ്പം മോളെ എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് പറയണം. അമ്മൂമ്മ ഊതിത്താൻ. എങ്ങനെയുണ്ട് പറ. സൂപ്പറാണെന്നൊന്ന് കാണിച്ചേ. സൂപ്പർ. അവൾ പറയുന്നുണ്ട് നല്ലതാണ്. അപ്പം നമ്മുടെ വൈകിട്ടത്തെ അത്താഴത്തിന് ഇതാ നമ്മൾ കടിക്കാൻ പോകുന്നത്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. ഞാൻ ഇച്ചിരി അവൾക്ക് പിച്ചി കൊടുക്കുക. നല്ലതാണോ, സൂപ്പറാണോ? സൂപ്പറാണ്, നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാം ഇവിടെ വെളിനാട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ പച്ച മേടിച്ച് അത് ചൂടാക്കി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ.